ന്റെ അതിപരിശുദ്ധമായ നമ്മൾ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ശ്രദ്ധയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശാവലി എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്താണ്. ഒരിക്കൽ ഞാൻ ആ വചനം വായിക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശാവലി എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഒന്നാമത്തെ കാര്യം, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. 2, നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. ആമേൻ, ദൈവത്തോടു കൂടെ നടന്നു. അങ്ങനെയുള്ള സവിശേഷതകൾ നോഹയെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ആ വചനത്തിലെ ചരിത്ര പശ്ചാത്തലം നമ്മൾ വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി 6-ാം അധ്യായം 1 തൊട്ട് വാക്യങ്ങൾ തുടങ്ങണം. ഞാൻ ആ ഭാഗം വായിച്ചും കൂടെ പോകാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പം ഉൽപ്പത്തി 6-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഹല്ലേലൂയ ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ മനുഷ്യനിൽ നിന്ന് എന്റെ ആത്മാവ് സദാകാലവും മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലോ. എന്നിട്ട് ദൈവം പറയാണ്, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകും എന്നല്ല ചെയ്തു. അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും ഹല്ലേലൂയ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുടെ അടുക്കൽ ചെന്ന് അവർ മക്കളെ പ്രസവിച്ച് ഇവരാകുന്നു പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. നമ്മൾ ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഭൂമിയിൽ മുഴുവൻ ദുഷ്ടത നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുന്നത്. നിങ്ങളെ ഭാഗം ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കാം കേട്ടോ. ഇതിന്റെ ചരിത്രഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രന്മാരും മനുഷ്യരുടെ പുത്രിമാരും എന്നുള്ളതാണ് ഇവിടെ പറയുന്ന. ദൈവപുത്രന്മാർ വീണുപോയ ഹല്ലേലൂയ ദൂതന്മാരാണെന്നാണ് ചിലർ പറയുന്നത്. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാർ എന്നാണ് അവരെ പറ്റി തിരുവെഴുത്ത് പറയുന്നത്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഹല്ലേലൂയ. യൂദയുടെ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ 1 പത്രോസ് 2:4 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അപ്പൊ പാപം ചെയ്ത ദൂതന്മാർ എന്നും പറയുന്നു. ദൈവത്തിനെതിരായുള്ള അവരുടെ മത്സരമാണ് അവർ ചെയ്ത പാപമായി കണക്കാക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. കണക്കാക്കേണ്ടത് അല്ലാതെ അവർ മനുഷ്യപുത്രിമാരെ വിഭാഗം ചെയ്തതിലല്ല. ഹല്ലേലൂയ. മാത്രമല്ല മത്തായി 22:10 ദൈവദൂതന്മാർക്ക് വൈവാഹിക ബന്ധം ഇല്ല എന്ന് കർത്താവ് പറയുന്നു. അവിടെ അത് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. പിശാച് മനുഷ്യരിലും മൃഗങ്ങളിലും പ്രവേശിക്കുമെന്നും അവരെ നശിപ്പാൻ ശ്രമിക്കുമെന്നും കർത്താവിന്റെ കാലഘട്ടത്തിലെ ചരിത്രം കൂടെ വിവിധ നിലകളിലാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മറ്റൊന്നും കൂടെ ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 6:2 ഭാര്യമാരായി എടുത്തു എന്ന് പറയുന്നതിനാൽ അല്ലെങ്കിൽ അത് നിലനിൽക്കുന്ന ഒരു വിവാഹ ബന്ധമാണ്. ആകയാൽ ഇവിടെ പറയുന്ന ദൈവത്തിന്റെ പുത്രന്മാർ ദൈവഭക്തനായിരുന്ന ശേത്തിന്റെ സന്തതികളിൽപ്പെട്ടവരും മനുഷ്യരുടെ പുത്രിമാർ മനുഷ്യരുടെ പുത്രിമാർ ദുഷ്ടനായ കായീന്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവരുമാണ് എന്നാണ് മറ്റൊരു അഭിപ്രായം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്നറിയപ്പെടും. ആ ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യന്റെ ദുഷ്ടത പെരുകുകയും മനുഷ്യന്റെ പാപപ്രവൃത്തികൾ സ്വർഗത്തിലെത്തി മനുഷ്യന്റെ പ്രവർത്തികൾ കണ്ട ദൈവം ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ ഒരു നീതിമാനായ മനുഷ്യനെ തെരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയാണ് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞു പോയാൽ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല.
നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ല നമ്മൾ ഒരുപാട് പഠിക്കാറുണ്ടല്ലോ. അപ്പൊ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അല്ലേലിയ. അത് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്ന് പറയണമെങ്കിൽ നാം ദൈവഹിതപ്രകാരം തന്നെ ജീവിക്കണം. അല്ലേലിയ. ഈ കാലഘട്ടത്തിൽ ദൈവകൃപ ലഭിച്ചു എന്ന് പറയുന്ന അനവധി ആളുകളുമായി നാം സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ അവരുടെ കൃപ എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. അല്ലേലിയ. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചതുപോലെ തന്നെ പുതിയ നിയമത്തിൽ പൗലോസിനുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് എന്റെ കൃപ നിനക്ക് മതിയെന്നും. അല്ലേലിയ. എന്നാൽ ആദിമസഭയിൽ ഉണ്ടായിരുന്ന ചില ഭക്തന്മാർ, യേശുവിന്റെ ശിഷ്യന്മാരെ അപ്പോസ്തലന്മാരുടെ അടക്കം പലരും ദൈവകൃപയിൽ നിറഞ്ഞു നിന്നവരാണ്. അല്ലേലിയ. അവരിൽ കൂടി ദൈവം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുക്രിസ്തുവിന്റെ സുവിശേഷീകരണത്തോടനുബന്ധത്തിൽ അവരെ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ കൃപയുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ ദൈവസഭയിലുണ്ടോ, ക്രൈസ്തവ വിശ്വാസത്തിലുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതാണ്. ഞാൻ എന്നെ അടക്കം പറയുന്നത് കേട്ടോ. ദൈവത്തിന്റെ കൃപ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ശ്രേഷ്ഠമായ ഒരു വലിയ ഗിഫ്റ്റായിട്ട് നമ്മൾ കാണണം. അല്ലേ? നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് നിധി കിട്ടിയാൽ ആ നിധിയെ നിങ്ങൾ എത്രമാത്രം സൂക്ഷ്മതയോടെ കാത്തു പരിപാലിക്കുന്നുണ്ട്, ആ നിധി എത്രമാത്രം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, അത് മറ്റൊരാൾ അപഹരിച്ചു കൊണ്ട് പോകാതിരിക്കത്തക്ക നിലയിൽ നിങ്ങൾ അതിനെ വളരെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞ പോലെ ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ഗിഫ്റ്റാണ് കൃപ എന്ന് പറയുന്നത്. അതൊരു വലിയ നിധി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ കൃപയെന്ന് പറയുന്ന വലിയ നിധി, ആ വലിയ ഗിഫ്റ്റിനെ മറ്റൊരാൾ നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വളരെ കാത്തു സൂക്ഷിക്കണം. ഈ കൃപ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നതാരാ? നമ്മുടെ സ്വന്തം സഹോദരങ്ങളോ, നമ്മുടെ ബന്ധുമിത്രാദികളോ, നമ്മുടെ സഭയിലുള്ളവരോ, ദൈവദാസന്മാരോ, അയൽവാസികളോ ഒന്നും അല്ല. പിന്നെ ആരാണ് ഈ നിധി അടിച്ചു മാറ്റുന്നത്, ഈ കൃപ അടിച്ചു മാറ്റുന്നത്? അത് സാത്താൻ തന്നെയാണ്. സാത്താന് ആ കൃപ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് മനുഷ്യരിലൂടെ പ്രവർത്തിക്കുന്നത് മാത്രം. അല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിട്ട് വേണം ഈ കാലഘട്ടത്തിൽ നമുക്ക് നിൽക്കുവാൻ. അല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വേദപുസ്തകം പറയുന്നത് ഈ കൃപ ലഭിച്ച അല്ലെങ്കിൽ നോഹയുടെ വംശാവലികളെ കുറിച്ചൊക്കെ ദൈവം രേഖപ്പെടുത്തി വെച്ചു. അവരുടെ മക്കളെ കുറിച്ചും ഒക്കെ അവരുടെ പേരുകളടക്കം പ്രവർത്തനങ്ങളടക്കം ദൈവം വളരെ ശ്രേഷ്ഠമായിട്ടാണ് പറയുന്നത്. അല്ലേ? അപ്പൊ നോഹയെ കുറിച്ച് വേദപുസ്തകം ഒന്നാമതായി അവൻ നീതിമാനായിരുന്നു, രണ്ടാമതായി നിഷ്കളങ്കനായിരുന്നു, മൂന്നാമതായി ദൈവത്തോട് കൂടെ നടന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്നവരുടെ സ്നേഹിത പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പറയട്ട്, കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശവരം ഏറ്റവും ആസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം നോഹയെപ്പോലെ കൃപ ലഭിച്ചവനായി, നീതിമാനായി, നിഷ്കളങ്കനായി, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തോട് കൂടെ നടക്കണം. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ നമ്മൾ ലോകത്തെ ഉപേക്ഷിക്കണം. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ലോകത്തിന്റെ മാലിന്യങ്ങളെ മുഴുവൻ നമ്മൾ ഉപേക്ഷിക്കണം. ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ നമ്മൾ ഈ ലോകമോഹങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് വേണം ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത്. അല്ലേരിയ. അപ്പം ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വില കൊടുക്കണം. ഈശ്വരോ മക്കളെ, ദൈവം ആദിയിൽ സൃഷ്ടിച്ച ആദവും അവയും, അല്ലേരിയ, അവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത് എന്താണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം, അല്ലേരിയ, അതിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ദൈവം അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. അപ്പൊ ആദമിനെയും ഔവ്വയും എന്താണ് അമ്മയെ പറഞ്ഞത്? ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം അടക്കി ഭരിക്കുവാൻ, അവയെല്ലാം അടക്കി വാഴുവാനുള്ള ഒരു വലിയ പരമാധികാരം ആദമിനും ഔവ്വയ്ക്കും ദൈവം കൊടുത്തിരുന്നു. അതൊരു കണക്കോടെ നല്ലൊരു കൃപ തന്നെയല്ലേ? എന്നാൽ അവർക്ക് എന്ത് ചെയ്തു? ദൈവം കൊടുത്ത പരമാധികാരത്തെ അടക്കി വാഴുവാൻ കഴിയാതെ സാത്താൻ അവരുടെ ഉള്ളിൽ പ്രവേശിച്ചപ്പോൾ എന്ത് ചെയ്തു? അവരും ദൈവകൃപ നഷ്ടപ്പെട്ടു പോയി, ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിന് അകന്നുപോയി. സംഭവിച്ചത് ഏതൻ പർദീസ തന്നെ നഷ്ടപ്പെട്ട് പർദീസിനവരെ ആട്ടി ഓടിച്ചു എന്ന് വേണം പറയാൻ. ലേരിയ. പർദീസിനവരെ പുറത്താക്കി, ഏതൻ പർദീസിനെ പുറത്താക്കിയിട്ട് ഏതൻ തോട്ടത്തിന് ആമെ വാളുകളുമായി കെരൂബുകളെ കാവൽ നിർത്തി. ലേരിയ. ആദമിന്റെ ഔവ്വയുടെ ജീവിതം പറഞ്ഞതുപോലെയാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതം മുഴുവൻ.
അങ്ങനെയാണോ? ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് ആദമിലും ഔവയിലും സംഭവിച്ചതുപോലെ തന്നെയാണ്. സകലത്തെ അടക്കി വാഴുവാൻ ദൈവം തന്ന പരമാധികാരത്തെ അത് യഥാർത്ഥമായി ഉപയോഗിക്കാൻ കഴിയാതെ ഹൗവയിലുണ്ടായ പ്രലോഭനം, അവളുണ്ടായ മോഹം അതവളുടെ ഭർത്താവിലേക്കും വ്യാപരിച്ചതുപോലെ അവർക്ക് ഏതൻ പർദീസ നഷ്ടപ്പെട്ടു പോയതിൽ പല ദൈവമക്കളും ദൈവദാസന്മാരും സ്വർഗീയ കൃപ നഷ്ടപ്പെട്ടിട്ട് ആദവിനെ പോലെ ഔവയെ പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ അലഞ്ഞു തിരിയുന്നവരാവുള്ളത് പറഞ്ഞാണ്. പിന്നെ കൃപയുണ്ടെന്ന് നമ്മളങ്ങ് വരുത്തി തീർക്കുക, അല്ലേ? നിങ്ങൾ എന്തഭിപ്രായം വേണമെങ്കിലും താഴെ ഇടുന്നതിന് കുഴപ്പമില്ല. ഞാൻ ചില മെസ്സേജൊക്കെ പറഞ്ഞ് ചിലരെ ചീത്ത വിളിക്കാറുണ്ട്. അത് അവരുടെ പരിജ്ഞാനമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട്. മറുപടി ഒന്നും പറയാറില്ല. പലരും ചോദ്യം ഉന്നയിക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. എല്ലാത്തിനും അഭിപ്രായം രേഖപ്പെടുത്താൻ സമയമുണ്ടല്ലോ. പക്ഷെ എനിക്കതൊന്നും വിഷയമല്ല, ഒന്നും എന്നെ ഏൽക്കത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആദമിലും ഔവയിലും നഷ്ടപ്പെട്ടു പോയ കൃപ, ആ ദൈവസാന്നിധ്യം, തേജസ് നഷ്ടപ്പെട്ടവരാണ് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം മുഴുവൻ. എന്തുകൊണ്ടാണ്? അവർക്ക് പ്രലോഭനങ്ങൾ വന്നു, മോഹങ്ങൾ വന്നു, ആഗ്രഹങ്ങൾ വന്നു. നോഹയുടെ കാലത്ത് എന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ ഉള്ളിൽ വന്ന ആഗ്രഹങ്ങൾ മുഖാന്തരം അവർക്ക് നഷ്ടപ്പെട്ടത് കൃപയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ദൈവം ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു, നോഹയെ. ആ നോഹയ്ക്ക് ദൈവകൃപ ലഭിച്ചു. അവൻ നീതിമാനാണ്, നിഷ്കളങ്കനാണ്, ദൈവത്തോടു കൂടെ നടന്നതുപോലെ എന്നെ കേൾക്കുന്ന സ്നേഹിത, നാം ദൈവത്തോടു കൂടെ നടക്കണം. ലേലിയ ഇതുപോലെ തന്നെ ഒരു കൃപയുള്ള ഒരു മനുഷ്യനായിരുന്നു ഹാനോക്ക്. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെഥൂശലേഖനെ ജനിപ്പിച്ചു. മെഥൂശലേഖനെ ജനിപ്പിച്ച ശേഷം പുത്രന്മാരും ജനിപ്പിച്ച് 300 വർഷം ദൈവത്തോട് കൂടെ നടന്നു. ഹാനോക്കിന്റെ ആയുഷ്കാലം 365 വയസ്സായി നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഹാനോക്കും ദൈവത്തോടു കൂടെ നടന്നു, നോഹ ദൈവത്തോടു കൂടെ നടന്നു. ഈ തലമുറ നിങ്ങൾ ആരോടു കൂടെയാണ് നടക്കുന്നത് സ്നേഹിത? അല്ലേലിയ, നിങ്ങൾ ആരോടുകൂടെയാണ് നടക്കുന്നത്? ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്ക്, ദൈവത്തോടു കൂടെ നടന്ന നോഹ. അല്ലെ, ആദ്യ അനുഭവത്തിലാണോ നിങ്ങൾ? പുതിയ നിയമസഭയിൽ യേശുവിനോടൊപ്പം നടന്ന അപ്പോസ്തലന്മാരുണ്ട്. കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി ലോകമെമ്പാടും ദൈവസഭയുടെ ശക്തമായ അടിസ്ഥാനം ഇടുവാൻ ദൈവം തെരഞ്ഞെടുത്ത പൗലോസൊക്കെയുണ്ട്. നമ്മൾ അവരെ പോലെ വിശുദ്ധിയുടെ മാനദണ്ഡം അനുസരിച്ചാണോ നിൽക്കുന്നതെന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അല്ലേരിയ. അപ്പം ഹൗവയ്ക്കും ആദമിന് നഷ്ടപ്പെട്ടു പോയ ഏദൻ പ്രദേശം മടക്കി തരുവാൻ, അവർക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവദേശത്ത് നഷ്ടപ്പെട്ടു പോയത് മടക്കി തരുവാൻ വേണ്ടിയിട്ടാണ് ഒടുക്കത്തെ ആദാമായിട്ട് കർത്താവായ യേശുക്രിസ്തു സ്വർഗമഹിമകളെ വെടിഞ്ഞ് ഭൂമിയിൽ വന്നതും നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ തന്റെ അവസാനത്തുള്ള രക്തം വരെ തന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത്, അല്ലേരിയ, നമുക്ക് വേണ്ടി മരിച്ച് യേശു അടക്കപ്പെട്ട് കല്ലറയ്ക്ക് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല. കല്ലറകൾക്ക് അവനെ ഒതുക്കാൻ 3-ാം നാൾ കല്ലറകളെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് സ്തോത്രം മക്കളക്കാര്യത്തെ മറിയിക്കും. എമ്മോസിലേക്ക് പോയി ശിഷ്യന്മാർക്കും 11 പേർക്കും, അല്ലേരിയ, പിന്നെ കാണുന്ന 500-ലധികം പേർക്കും പ്രത്യക്ഷമായി 40 നാളുകൾ അവർക്ക് നിർദ്ദേശങ്ങൾ നിയോഗങ്ങൾ കൊടുത്ത് യേശു, അല്ലേരിയ, സ്വർഗാരോഹണം ചെയ്യുന്ന അപ്പോസ്തല പ്രവൃത്തി 1:11 കാണുന്നുണ്ട്. അല്ലേരിയ, ആ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുമ്പോൾ, അല്ലേരിയ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നോഹ ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കുറവ് ആവശ്യതുപോലെ നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടു കൂടെ നടന്നവനായിരുന്നതുപോലെ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ മോഹ ഇമ്പങ്ങൾ ഇഷ്ടങ്ങൾക്കൊന്നും നീ വിധേയപ്പെട്ടു പോകാതെ, ലോകത്തോടുകൂടെ നീ നടക്കാതെ, ലോകക്കാരോടുകൂടി നടക്കാതെ, പാപികളോടുകൂടി നടക്കാതെ, പരിഹാസികളോടുകൂടി നടക്കാതെ, ദുഷ്ടനോടുകൂടി നടക്കാതെ, ഇവിടുത്തെ രാഷ്ട്രീയക്കാരോടുകൂടി നടക്കാതെ, അല്ലേലൂയ, നീ ദൈവത്തോടു കൂടെ നടക്കണം. ഇന്നത്തെ ദൈവസഭ ദൈവമക്കൾ രാഷ്ട്രീയക്കാരോട് കൂടെ നടക്കുക. അതുകൊണ്ടാണല്ലോ അവർ രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പ്രവേശനത്തിന് വേണ്ടി പലരും ആഗ്രഹിച്ച് രാഷ്ട്രീയ കുപ്പായമൊക്കെ ധരിച്ചു വെച്ച്, MLA-യുടെ MP-യുടെ മന്ത്രിമാരുടെ ഒക്കെ കുപ്പായം ധരിച്ചു വെച്ച് പലരും തയ്ച്ചു വെച്ചിട്ട് പലരും വീട്ടിൽ കാത്തിരിക്കുക എപ്പോഴാണ് ഒരു വിളി വരുന്നത്. അല്ലേലൂയ. ചിലർ പറഞ്ഞ് ഞങ്ങൾക്കൊരു കൗൺസിലെങ്കിലും ആയാൽ മതി, ചിലർ പറഞ്ഞ് ഞങ്ങൾക്കൊരു MLA ആകണം, ചിലർ പറഞ്ഞ് ഞങ്ങൾക്കൊരു ഒരു ചെയർമാനാകണം, ചെയർപേഴ്സൺ ആകണം എന്നൊക്കെ വേണ്ട പലരും അതിനു വേണ്ടി ഒരു MP-യോ മന്ത്രിയോ ഒക്കെ ആകാൻ വേണ്ടിയിട്ട് പലരും ഇങ്ങനെ കാത്തിരിക്കുന്നവരുണ്ടായി അമേരിക്ക ദൈവസഭയ്ക്കകത്ത്. കേട്ടോ, കൃപ നഷ്ടപ്പെട്ടു പോയ പിന്നെ നമ്മൾ അങ്ങനെയാന്നേ. കൃപ നഷ്ടപ്പെട്ടു പോയ പിന്നെ പലരും അങ്ങനെ. എന്തെന്നും നമ്മുടെ പെന്തക്കോസ് കോളത്തിൽ പലരും കൃപ നഷ്ടപ്പെട്ടവരാ. അവിടെ പ്രസംഗം തന്നെ, അവിടെ രീതി തന്നെ, അവിടെ സംസാരം തന്നെ, അവിടെ മുഖലക്ഷണം തന്നെ, മുഖത്തിന്റെ ഭാവം തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. എന്റെ പ്രസംഗ സ്റ്റേജിൽ നിൽക്കുന്ന ദൈവദാസന്മാരെ നിങ്ങൾ ചിന്തിച്ചു, എത്ര പേരാണ് കൃപയിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ?
എല്ലാം വീണ് പോയവരാ. അല്ലേ ഏരിയ ചിലർക്ക് വീടില്ല എന്ന് പറഞ്ഞ് പിന്നെയും ചെയ്യുന്നുണ്ട്. അതിപ്പോ നമ്മള് സൈക്കിൾ കയറാൻ ചെറുപ്രായത്തിൽ നമ്മൾ പഠിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ സൈക്കിൾ കയറ്റം പഠിച്ചത് ഏതാണ്ട് 10 വയസ്സുള്ളപ്പോഴാണ്. അല്ലേ ഏരിയ അന്ന് ഒരു മണിക്കൂർ സൈക്കിൾ കളിച്ച് വരുന്നത് 10 വയസ്സേ ഉണ്ടായിരുന്നു. 10,000 തോന്നുന്നു. 10 വയസ്സേക്ക് കണ്ട് സൈക്കിൾ കയറ്റം പഠിച്ച ആളാ. ഇന്ന് ഞാൻ സൈക്കിൾ കയറും. ഇനി ഞാൻ ആ സൈക്കിൾ കൊണ്ട് എന്നും മടങ്ങി വീഴുന്നു, ആ സൈക്കിൾ ഇന്ന് എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്നു, അതുവരെ ഞാൻ സൈക്കിൾ കയറ്റം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അത് എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗം എന്നൊക്കെ പറയുന്നത് കേട്ടോ, നമ്മൾ ദൈവവചനമൊക്കെ പ്രസംഗിക്കാൻ പഠിച്ച് ഇനി പ്രസംഗം ഏതൊക്കെ പ്രസംഗിക്കാൻ പഠിച്ചാലും നമ്മൾ ഇനി വീഴുന്നിടം വരെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ പറ്റാത്തടത്തോളം വരെ നമ്മൾ ഈ സൈക്കിൾ കയറുന്നത് പ്രസംഗിച്ചുകൊണ്ടിരിക്കും. അത് കൃപയിലായിരിക്കണമെന്നില്ല. ശരി, സൈക്കിൾ കയറുന്ന കൃപയിലൊന്നും അല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ പല പ്രസംഗങ്ങളും കൃപയ്ക്കകത്തല്ല, കൃപയുടെ പുറത്താണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ കാലഘട്ടത്തിൽ ഒരു ദൈവസഭയുടെ പ്രവർത്തനം, ദൈവദാസിദാസന്മാർ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ അനേകരെ കൃപയിലേക്ക് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനവധി ആളുകളെ പാപത്തിൽ നിന്ന് വേർതിരിച്ച് പാപത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തി പാപത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ ദൈവസനയ്ക്ക് മടക്കിക്കൊണ്ടുവന്ന് നോഹയ്ക്ക് കൃപ ലഭിച്ചതുപോലെ പൗലോസിന് കൃപ ലഭിച്ചതുപോലെ സുവിശേഷ ദർശനം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ദൈവസഭയുടെ ഉത്തരവാദിത്തം. അല്ല രാഷ്ട്രീയ ദർശനം ഉണ്ടാക്കി കൊടുക്കുന്നതല്ല കേട്ടോ. ഇന്ന് പല ദൈവദാസന്മാർക്കും എന്താണ് അവർ പ്രസംഗത്തിൽ രാഷ്ട്രീയ ദർശനം ഉണ്ടാക്കി കൊടുക്കുക. അത് ബിലയാമിന്റെ ഉപദേശമാണ്. ബിലയാമിനെ പോലെ അനവധി ദൈവദാസന്മാർ സ്വന്തം ദൈവസഭയ്ക്കകത്തുണ്ട്. ബിലയാമ നല്ലൊരു പ്രവാചകനായിരുന്നു, അല്ലേലിയ, നല്ല ദർശനമുള്ളവനായിരുന്നു. പക്ഷേ ബാലാക്കിയുടെ പണം കണ്ടു കഴിഞ്ഞപ്പോൾ ബിലയാമിന്റെ ദർശനമൊക്കെ നഷ്ടപ്പെട്ടു പോയതുപോലെ ഇന്നത്തെ പല ദൈവദാസന്മാരും നല്ല ദർശനത്തോടുകൂടി ഇറങ്ങിയവരാണ്, നല്ല കൃപയോടുകൂടി ഇറങ്ങിയതാ. പണമോഹം അധികാരമോഹം വന്നപ്പം ബിലയാമിനെ പോലെയായി. ഇന്ന് ഒരുപാട് ബിലയാമന്മാരുണ്ട്. ക്രൈസ്തവ സമൂഹം മാനസാന്തരപ്പെടണം. ലേറിയ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകി നിറഞ്ഞ് അതിനെ അടക്കി സകല ഭൂചര ജന്തുവിനെയും സകല പക്ഷിപർവ്വജാതികളെ എല്ലാത്തെയും അടക്കി വാഴുക എന്ന് ദൈവം കൽപ്പിച്ചെങ്കിലും, അല്ലേലിയ, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവത്തെ അറിയാത്ത, അല്ലേലിയ, ദൈവമായി ബന്ധം നഷ്ടപ്പെട്ടു പോയ സാത്താൻ എന്ത് ചെയ്തു? സ്തോത്രം, അവരുടെ കയ്യിൽ നിന്ന്, ആരുടെ? ആദമിന്റെ അവയുടെ കയ്യിൽ നിന്ന് ആ ഭരണം അങ്ങ് തട്ടിയെടുത്തു. അധികാരം നഷ്ടപ്പെടുത്തിപ്പം നഷ്ടപ്പെട്ടു പോയ ആദം ഔവ്വയും അധികാരം നഷ്ടപ്പെടും. അബ്രഹാം അതിനുശേഷം ദൈവം എന്ത് ചെയ്തു? അതിനുശേഷം അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തു. അബ്രഹാമിനെ ദൈവം തെരഞ്ഞെടുത്തിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം തന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവത്തിൽ വിട്ടു പുറപ്പെട്ടു. എല്ലാം വിട്ടെന്ന് ആണ് പറഞ്ഞത്. എന്നിട്ട് പുറപ്പെട്ട് ദൈവം കൽപ്പിച്ചതനുസരിച്ച് യാത്ര ചെയ്തു. അല്ലേലിയ. അതുകൊണ്ട് എന്ത് ചെയ്തു? അബ്രഹാമിനെ ദൈവം നീതിമാനാക്കി മാറ്റി അനുഗ്രഹം പകർന്നു. അബ്രഹാമിന്റെ സന്തതിയെ തലമുറയായി ദൈവം അനുഗ്രഹിച്ചു. അബ്രഹാമിന്റെ പുത്രനായിരിക്കും ഇസ്ഹാക്ക്, യാക്കോബ്, യോസേപ്പ്, ഇവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. അല്ലേരി. ദൈവകൃപയിൽ നിൽക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നത്, ദൈവകൃപയിൽ നിൽക്കുന്നവർ തലമുറയെ ദൈവം അനുഗ്രഹിക്കുന്നത്. അല്ലേലുയ. അതുകൊണ്ട് അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും യോസേഫിന്റെയും തലമുറയെ അനുഗ്രഹിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലേലി. നിന്റെ അല്ലലുകൾ മാറ്റി, നിന്റെ സങ്കടങ്ങൾ മാറ്റി, നിന്റെ ദുഃഖങ്ങൾ മാറ്റി, നിന്റെ കണ്ണുനീരെല്ലാം മാറ്റിയിട്ട്, ഇന്ന് നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുക. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ആദവും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ശാപമാണ്. ആ ശാപത്തിന് കീഴിൽ കിടക്കുന്ന ആദവിനും ഔവ്വയും ജനിക്കുന്ന മുഴുവനും അതേ പാപത്തിനും ശാപത്തിനും. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാപിതാവേ, നീ വിശ്വാസത്തിലേക്ക് കാഴ്ചവീട് വെച്ചു, വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടു, സകലവും ത്യജിച്ചു, സകലവും വിട്ടു പുറപ്പെട്ടു. പക്ഷേ ലോകത്തിലേക്ക് വന്ന് ശുശ്രൂഷയിലേക്ക് വന്ന് ദൈവസ്ഥലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അഹങ്കാരം നിന്റെ ഹൃദയത്തിൽ വന്നു, നിഗളം വന്ന് അഹങ്കാരം വന്നു, സ്വയത്തിന്റെ ഉള്ളിൽ വന്നു, ഞാനെന്നുള്ള ഭാവം വന്നു, എനിക്ക് എന്റേത് എന്നുള്ള ചില പിടിവാശികളൊക്കെ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ, അധികാര പ്രമോഹത്തിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദമിൽ ഔവ്വയിൽ നഷ്ടപ്പെട്ടു പോയ ദൈവസാന്നിധ്യം നിനക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ
ദൈവം അതിനെ മടക്കി നിനക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ നീ മടങ്ങി വരുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില പദ്ധതികളുണ്ട്. അതിന്റെ കുടുംബത്തെ ഇടയ്ക്ക് വാഴുന്ന ശാപത്തിൽ നീ പുറത്തു വരണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ ശാപത്തെ മാറ്റുവാൻ ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. കുടുംബത്തിന്റെ ശാപങ്ങളെ മാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് നീ അനുദപിച്ച് പശ്ചാത്തപിച്ച് ചെയ്തു പോയ പാപങ്ങൾ, പാപപ്രവൃത്തികളെ കുറിച്ച് നീ അതിനെക്കുറിച്ച് ഓർത്തിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് നീ ഏറ്റു പറയുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. പാപത്തെ ഏറ്റു പറയണം, പറഞ്ഞാൽ പോരാ, ഉപേക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സദൃശവാക്യമൊക്കെ വായിക്കുകയാണ്, ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിന്റെ ജീവിതത്തിൽ ലംഘനത്തെ നീ മറഞ്ഞു വെച്ചിട്ട് എത്രമാത്രം പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും ശുശ്രൂഷിച്ചാലും പ്രസംഗിച്ചാലും ലംഘനം മറച്ചു വെക്കുന്നത് നിനക്ക് ശുഭം വരികയില്ല. അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് പലരും ലംഘനം മറച്ചു വെക്കും. ചിലര് വന്നൊക്കെ ഏറ്റു പറയും, അല്ലെ ഏറ്റു പറയും, പക്ഷെ ഉപേക്ഷിക്കത്തില്ല. എന്താ മാത്രമല്ല, ലംഘനം മറച്ചു വെക്കുന്ന ശുഭം വരികയില്ല. അവയെ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കുമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആ ഭാഗം ഒന്ന് ചിന്തിച്ച് നോക്കണം. സദൃശവാക്യം 28:13 വായിച്ചു നോക്കണം കേട്ടോ. അപ്പം നമ്മൾ സകല പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വന്നു നിന്നാൽ നോഹയ്ക്ക് ലഭിച്ചതുപോലെ ദൈവത്തിന്റെ കൃപ നിങ്ങൾക്കും കിട്ടും. മാത്രമല്ല, നോഹയും നോഹയുടെ തലമുറയും ദൈവം മാനിച്ചതുപോലെ വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ ദൈവം നിന്നെ വെടിവെക്കും. അല്ല, അപ്പൊ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. മുഖാന്തരം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പ്രളയത്തെക്കുറിച്ച് നോഹയ്ക്ക് ദൈവം നിയോഗം കൊടുത്തു, ആമേനെ കുറിച്ച് ദർശനം കൊടുത്തു, വെളിപ്പാട് കൊടുത്തു. ആമീൻ. നീതിമാനായിരിക്കുന്ന നോഹയും തന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരു പെട്ടകം ഒരുക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവം കാണിച്ച മാതൃകയിൽ നോഹയിലൂടെ പെട്ടകം ഒരുക്കി. പെട്ടകത്തിന്റെ പണി തീർന്നു കഴിഞ്ഞപ്പോൾ നോഹയും നോഹയുടെ ഭാര്യയും മക്കളും 3 പേരും മരുമക്കളും, അങ്ങനെ 8 പേരടങ്ങുന്ന കുടുംബത്തിന് രക്ഷപ്രാപിപ്പാൻ പെട്ടകം കാരണമായിരുന്നെങ്കിൽ ഹല്ലേലൂയ. പുതിയ നിയമസഭയോട് പറയട്ടെ, ഹല്ലേലൂയ. നോഹയെ പോലെ കൃപ ലഭിച്ചവനായി ദൈവത്തിന്റെ കൃപയിൽ നിറഞ്ഞ് നീ നിന്റെ കുടുംബം നിൽക്കുന്നെങ്കിൽ വരാൻ പോകുന്ന വലിയ ന്യായവിധിയിൽ നിന്ന് നോഹയ്ക്കും നോഹയുടെ കുടുംബത്തിനും കൃപ ലഭിച്ച് അവർ രക്ഷപ്പെട്ടതുപോലെ നിനക്ക് രക്ഷപ്പെടാം. അല്ലാതെ നിന്റെ സ്വന്തം ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ട്, പ്രയത്നം കൊണ്ട്, നിന്റെ പണം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, പാരമ്പര്യം കൊണ്ട്, നിന്റെ മേൽക്കോയ്മ കൊണ്ട്, നിന്റെ കായികാഭ്യാസ ബലം കൊണ്ട്, നിന്റെ മനത്തന്റെ ഇടം കൊണ്ട്, ബുദ്ധി കൊണ്ട്, നിന്റെ പരാക്രമം കൊണ്ടൊന്നും നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന കൃപയാകുന്ന ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കൃപയ്ക്കകത്തേക്ക് നീ വന്ന് സുവിശേഷത്തിൽ നീ നിറയപ്പെടുന്നെങ്കിൽ നിനക്ക് ദൈവവചനത്തോട് അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നെങ്കിൽ നിത്യതയിൽ നിനക്ക് എത്താൻ കഴിയും. അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ എത്ര വലിയ കോടീശ്വര പദവിയിൽ നീ എത്തിയാലും, എത്ര വലിയ സ്ഥാനമാനങ്ങൾ നിനക്കുണ്ടെങ്കിലും, നിനക്ക് എത്രമാത്രം വലിയ അവാർഡുകൾ കിട്ടിയാലും, നീ പത്മശ്രീ കിട്ടിയാലും, പത്മഭൂഷൺ കിട്ടിയാലും, നവരത്ന കിട്ടിയാലും, അതുപോലെ തന്നെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിനക്ക് കിട്ടിയാലും, ഇനി ഒരുപാട് സ്റ്റാറുകളൊക്കെ നിനക്ക് കിട്ടിയാലും, പേരും പെരുമയുള്ള ഉന്നതാധികാര സ്ഥാനത്ത് നീ പോയിരുന്നാലും, ജനമെല്ലാം നിന്നെ ആദരിച്ചാലും, ജനമെല്ലാം നിന്നെ പല്ലക്കിൽ ഏറ്റിക്കൊണ്ട് നടന്നാലും, നിനക്ക് ചുറ്റും ഒരുപാട് അംഗരക്ഷകരുണ്ടെങ്കിലും, നിനക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും, മുമ്പിലുമായി അനവധി കാറുകൾ നിനക്ക് അകമ്പടിയോടുകൂടി നിന്നെ കൊണ്ടു നടക്കുവാൻ ഈ ഭൂമിയിലുണ്ടെങ്കിലും, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവകൃപ നിനക്കില്ലെങ്കിൽ നിന്റെ അവസാനം നിത്യ നരകം തന്നെയാണ്. രാഷ്ട്ര തലവന്മാരോടൊക്കെ ഞാൻ പറയട്ടെ, അധികാരങ്ങൾ ഇരിക്കുന്നവരോട് പറയട്ടെ, മത നേതാക്കന്മാരോട് പറയട്ടെ, രാഷ്ട്രീയ നേതാക്കന്മാരോട് പറയട്ടെ, ഇവിടെ കിടന്ന് അഹങ്കരിച്ച് നിഗളിച്ച് കൂത്താടുന്നതുകൊണ്ടല്ലേ, കൂത്താടി വെള്ളത്തിൽ കിടന്ന് കൂത്താടുന്നത് പോലെ നീ ഭൂമി കിടന്ന് അഹങ്കാരത്തോടു കൂടി കൂത്താടി നടന്നിട്ട് നീ എന്തോ വലിയ പുള്ളിയാണ്, നീ എന്തോ വലിയ ആളാണെന്നൊക്കെ ജനത്തിനു മുമ്പിൽ പ്രചരിപ്പിച്ച് നീ വലിയ കയ്യടിക്ക് മേടിച്ച് നടക്കുന്ന ശ്രോതാവേ, നോഹയുടെ കാലഘട്ടത്തിൽ ദൈവം സകലത്തെയും വെള്ളത്തിൽ മുക്കിക്കളഞ്ഞതുപോലെ നിന്റെ കുടുംബത്തെ ദൈവം ന്യായവിധിയിലേക്ക് തള്ളയിടും. നീ ന്യായവിധിയിലൂടെ കടന്നു പോകേണ്ടി വരും. നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷത്തെ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. നോഹയുടെ കാലഘട്ടത്തിൽ നിനക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നീ നിന്റെ മക്കളും കൃപയാകുന്ന പെട്ടകത്തിലൂടെ, സുവിശേഷമാകുന്ന പെട്ടകത്തിലൂടെ, വചനമാകുന്ന അനുഭവത്തിലൂടെ നീ മാനസാന്തരത്തോട് മടങ്ങി വന്ന് നോഹയെപ്പോലെ നീതിമാനായി, നിഷ്കളങ്കനായി, കൃപയുള്ളവനായി ദൈവത്തോട് കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി,
നീ നിന്റെ കുടുംബം ന്യായവിധിയിലൂടെ കടന്നു പോകുന്നത്. എത്ര വലിയ സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും അല്ലേ, പ്രസംഗിക്കുന്ന ഞങ്ങളും അങ്ങനെ തന്നെയാ കേട്ടോ. പ്രസംഗിക്കുന്ന ഞങ്ങളും പ്രസംഗം കൊണ്ട് ഞങ്ങളുടെ ജീവിതമില്ലെങ്കിൽ ഞങ്ങളുടെ ഈ കാര്യം കട്ടപ്പോക തന്നെയാണ്. അതുകൊണ്ട് പ്രസംഗിക്കുന്നവരടക്കം സകല ജനത്തോടും പറയട്ടെ, അല്ലേലൂയ, സ്തോത്രം. മനുഷ്യന്റെ ദുഷ്ടത വലുതെന്ന് ദൈവം കണ്ടതുപോലെ ഈ കാലഘട്ടത്തിലും മനുഷ്യന്റെ ദുഷ്ടത വലുതെന്ന് കണ്ട് ദൈവം ന്യായവിധിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുമ്പോൾ ഇന്ന് പകൽ ഒരു അവസരം കൂടെ ദൈവം നിനക്ക് തരിക, മനസാന്തരപ്പെടുവാൻ. അതുകൊണ്ടാണ് നമ്മൾ പത്രോസിന്റെ ലേഖനം 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം വായിക്കും കാണുന്നുണ്ട്. ആരും നശിച്ചു പോകാതിരിപ്പാൻ, ഹല്ലേലൂയ, ആരും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കാൻ വേണ്ടി അവൻ നമ്മോട് ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഒരു ദിവസം കൂടെ ദൈവം നിനക്ക് തന്നതാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാര, എന്നെ കേൾക്കുന്ന മത നേതാവ്, എന്നെ കേൾക്കുന്ന സാമൂഹ്യ സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ ഞങ്ങൾ നിൽക്കുന്നവനെ ഇന്ന് പകൽ പറയട്ടെ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നീ ആരുമാകട്ടെ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ഹല്ലേലൂയ നിത്യതയിൽ നീ ഉണ്ടാകും, അല്ലെങ്കിൽ നീ നരകത്തിലുണ്ടാകും. നരകം എന്ന് പറയുന്നത് സുഖമുള്ള കാര്യമൊന്നുമല്ല. ഇവിടുത്തെ സ്റ്റാർ ഹോട്ടലിലെ 5 നക്ഷത്ര ഹോട്ടലുകൾ പോലെ ഇവിടുത്തെ നക്ഷത്ര അങ്ങനെയൊക്കെ കൊണ്ടല്ലോ കുറെ, അങ്ങനെയൊന്നുള്ള അനുഭവമൊന്നും അല്ല നരകം എന്ന് പറയുന്നത്. നരകത്തിൽ സകല ദുഷ്ടന്മാരും കെടാത്ത തീയും ചാകാത്ത പുഴുവുള്ള ആ നരകത്തിനകത്ത് നീ ഇവിടുത്തെ എത്ര ഉന്നതനായിരുന്നാലും നീ അങ്ങോട്ട് പോകും. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുന്നവനാണെങ്കിൽ, നീതിമാനും നിഷ്കളങ്കനും ദൈവത്തോടുകൂടെ നടക്കുന്നവനുമാണെങ്കിൽ, ഹാനോക്കും നോഹിയൊക്കെ അടങ്ങിയ, അബ്രഹാമൊക്കെ അടങ്ങിയ, ഇസഹാക്കും യാക്കോബും യോസേഫും ഒക്കെയുള്ള ആ സ്വർഗരാജ്യത്തിൽ നിനക്ക് ചെല്ലുവാൻ കഴിയും. ഹല്ലേലൂയ. അല്ലെങ്കിൽ നരകത്തിൽ കിടന്ന് നരകയാതന അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞത്, യോഹന്നാൻ സ്നാപകനും ഭൂമിയിലേക്ക് വന്നിറങ്ങത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. മറ്റൊരു കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അതെ, നോഹയുടെ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞ നോഹ സുവിശേഷം ആ കാലഘട്ടത്തിൽ വിളിച്ചു പറഞ്ഞില്ല. യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു, യേശു വിളിച്ചു പറഞ്ഞു, ശേഷം ആദിമസഭ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ ഓരോരുത്തരും വിളിച്ചു പറയുകയാണ്, കാലം തികഞ്ഞ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട സുവിശേഷത്തെ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിന്റെ ന്യായവിധി നീ അകപ്പെടാതെ, നിത്യ നരകത്തിലേക്ക് പോകാതെ നിനക്ക് നിത്യമായി സ്വർഗത്തിൽ നിനക്ക് ചെല്ലുവാൻ കഴിയും. കോടാനുകോടി ദൂതന്മാരും കെരൂബുകളും സാറാബുകളും അടങ്ങുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമുള്ള ആ സംഘത്തിൽ നിനക്ക് ദൈവത്തെ ആരാധിച്ചതിന്റെ ജീവിതം മുഴുവൻ, നിത്യത മുഴുവൻ നിനക്ക് ചെലവഴിക്കണമെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ കൃപയാണ് ഏറ്റവും വലുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് അബ്രഹാമിനെ ദൈവം വീണ്ടെടുത്തു, അബ്രഹാമിന്റെ മക്കളെ ദൈവം വീണ്ടെടുത്തു. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കും, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. നീ നീതിമാനെ അനുഗ്രഹിക്കും പരിചയം കൊണ്ടെന്ന പോലെ നിന്റെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കുമെന്ന്. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് വയ്ക്കേ, അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ഞാൻ പറയാം. സങ്കീർത്തനം 5-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, സ്തോത്രം, പരിചയം കൊണ്ട് എന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നീതിമാന്റെ മേൽ വരുന്ന ദൈവികമായ അനുഗ്രഹത്തെ, സ്തോത്രം, അനുഗ്രഹമാണ് ഈ പറയുന്നത്. അത് പുരാതനവും അല്ലെങ്കിൽ സുസ്ഥിരവും നിത്യവുമാണെന്നാണ്. നീതിമാന്റെ മേൽ വരുന്ന അനുഗ്രഹം അത് പുരാതനമാണ്, സുസ്ഥിരമാണ്, നിത്യവുമാണ്. ദൈവത്തിന്റെ ദയ ആത്മാവിന്റെ ഒരു പരിചയമാണ്. ദൈവത്തിന്റെ ദയ ആത്മാവിന്റെ ഒരു പരിചയമാണെന്നാണ് വേദപുസ്തക വ്യാഖ്യാനങ്ങൾ പഠിക്കാൻ കാണുന്നത്. അത് നമ്മെ മുഴുവനായി സംരക്ഷിക്കും എല്ലാ കാലഘട്ടത്തിലും. അപ്പം ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ എല്ലാ കാലഘട്ടത്തിലും നമ്മെ സംരക്ഷിക്കാൻ കഴിയുന്നതാണ്. ശത്രുവിന് നമ്മെ വിട്ടുകൊടുക്കാതെ, പാപത്തിന് നമ്മെ വിട്ടുകൊടുക്കാതെ, ഈ ലോകത്തിന്റെ ജടിക സുഖങ്ങൾക്ക് നമ്മെ വിട്ടുകൊടുക്കാതെ, ഇവിടുത്തെ സുഖരൂപ ജീവിതത്തിലേക്ക് പോകാതെ, ലോകമോഹത്തിലേക്ക് പോകാതെ, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രഭാവത്തിലേക്ക് നീ പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് നിന്നെ എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്നതാണ് ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ. അത് പുരാതനമാണ്, അത് സുസ്ഥിരമാണ്, അത് നിത്യമാണ്. അത് നഷ്ടപ്പെട്ടു പോയ ആദവിനെ ഔവയെ പോലെ നീ ജീവിതം തകർത്ത് കളയാതെ
മടങ്ങി വരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാം, നീതിമാന്റെ ശിരസിനെ ദൈവം അനുഗ്രഹിക്കുന്നു, നീതിമാന്റെ ശിരസിൽ അനുഗ്രഹങ്ങൾ വരുന്നുവെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ സദൃശവാക്യമൊക്കെ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സദൃശവാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ ആ ഭാഗം നമുക്ക് കാണാൻ കഴിയും. സദൃശവാക്യം ഹല്ലേലൂയ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയും. സദൃശവാക്യം 3 ഹല്ലേലൂയ 33 വന്നാലും അത് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാന്മാരുടെ വാസസ്ഥലത്തെയോ അവൻ അനുഗ്രഹിക്കുന്നു നാം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സദൃശവാക്യം 10 അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 6 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണും, നീതിമാന്റെ ശിരസ്സുമേൽ അനുഗ്രഹങ്ങൾ വരുന്നു, എന്നാൽ ദുഷ്ടന്മാരുടെ വായേ ഹല്ലേലൂയ സാഹസം മൂടുന്നു. എന്നെ കേൾക്കുന്ന പ്രശ്നം, നമുക്ക് ദൈവത്തോട് ചേർന്ന് നടന്ന് ദൈവിക അനുഗ്രഹമാണ് വേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് ലോകത്തിൽ നിന്നുള്ള മനുഷ്യനെ കുറിച്ച് എല്ലാവരുടെയും ഹൃദയത്തിനകത്ത് ദുഷ്ടത പെരുകി, പാപം പെരുകി, അല്ലെങ്കിൽ അകൃത്യങ്ങൾ, വഞ്ചനകൾ പെരുകി, പലരും ചതിയന്മാരായി മാറി, അല്ലെങ്കിൽ ദുഷ്ടന്മാരായി മാറി, ദൈവകൃപ നഷ്ടപ്പെട്ടവരായി, കായീന്റെ സന്തതിയെ പോലെ പലരും അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഹല്ലേലൂയ. കായീന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ പാപത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച അവസാനം നീ നിത്യ നരകത്തിലേക്ക് പോകാതെ ഇന്ന് പകരം നീ മടങ്ങി വരണം. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ മടങ്ങി വരണം. യുവതി യുവാക്കന്മാരോട് പറയട്ടെ, യുവാക്കളെ, നീ മടങ്ങി വാ, പാപത്തിൽ നീ ജീവിക്കരുത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കൃപയിൽ നിന്ന് വീണു പോകുക. കാരണം ഈ മൊബൈലിൽ തോണ്ടി 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 കൃപയിൽ നിന്ന് വീണു പോവുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മടങ്ങി വരണം. ഹല്ലേലൂയ, സ്തോത്രം. വീണ്ടും നമ്മൾ 92 സംഗീതം 12 വാക്യം കാണുന്നുണ്ട്. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരുമെന്നാണ്. ഹല്ലേലൂയ. ചിലരൊക്കെ ആ വാക്യം അറിയാതെ പറയാം, നീതിമാൻ ദുഷ്ടൻ നീതിമാനാണ് ഹല്ലേലൂയ പന പോലെ തഴയ്ക്കും, ലബാന്റെ ദേവദാരു പോലെ വളരുകയാണെന്ന്. ചിലർ പറയും ദുഷ്ടൻ പന പോലെ. അങ്ങനെ വാക്യമില്ല കേട്ടോ. ദുഷ്ടൻ പന പോലെ തഴയ്ക്കുമെന്ന് വേദപുസ്തകത്തിൽ വാക്യമില്ല. ഹല്ലേലൂയ. ദുഷ്ടനെ കുറിച്ച് പറയുന്നത് അവൻ സ്വദേശികമായി പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാ. പിന്നെ അതിലെ പോയപ്പോ ഇല്ലെന്നാണ്. സംഗീതം 32-25 വായിച്ചത് കാണാൻ കഴിയും. അവിടെ പോകുന്നില്ല, വേറെ വിഷയമാണ്. അതുകൊണ്ട് ഇവിടെ ദൈവവചനം പറയുന്നത്, നീതിമാനെ, കൃപ ലഭിച്ചവനെ, ഹല്ലേലൂയ, വചനം പറയുന്നത് അവൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. മാത്രമല്ല, നീതിമാന്മാരുടെ സന്തതിയും സന്താനത്തെയും ദൈവം അനുഗ്രഹിക്കുമെന്ന് ഹല്ലേലൂയ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. വചനം പറയുന്നത് ദാവീദും പറയുന്നത് അതുകൊണ്ടാണ്. ദാവീദ് പറയുന്നു, യഹോവ നീതിമാന്മാരുടെ തലമുറയിലുണ്ടല്ലോ എന്ന്. ഹല്ലേലൂയ. സങ്കീർത്തനം 14:5 വായിച്ച കാണാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്. ഹല്ലേലൂയ. നമുക്ക് നോഹയെപ്പോലെ ദൈവകൃപ ലഭിക്കണം. നമ്മൾ നീതിമാനായിരിക്കണം, നിഷ്കളങ്കനായിരിക്കണം, നമ്മൾ ദൈവത്തോട് കൂടെ നടക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദിവസത്തിന്റെ 24 മണിക്കൂർ, ആഴ്ചയുടെ 7 ദിവസങ്ങൾ, മാസത്തിന്റെ 30 ദിവസങ്ങൾ, വർഷത്തിന്റെ 365 ദിവസവും നീ ആരോടൊപ്പമാണ് നടക്കുന്നത്? പലരുടെയും കെട്ടുകൾ ആരുമായിട്ടാണ്? എന്നെ കേൾക്കുന്ന യുവാവേ, എന്നെ കേൾക്കുന്ന യുവതിവാക്കന്മാർ, നീ ആരോടാണ് കൂട്ടുകൂടി നടക്കുന്നത്? ആരാണ് നിന്റെ സ്നേഹിതൻ? ആരാണ് നിന്റെ ഫ്രണ്ട്? ആരോടൊപ്പമാണ് നീ കൈകോർത്തിരിക്കുന്നത്? ഹല്ലേലൂയ. ലോകത്തോടൊപ്പമാണ് നീ കൈകോർത്ത് ചാരി ഇരിക്കുന്നതിൽ, കൂട്ടുകൂടി നടക്കുന്നെങ്കിൽ നിന്റെ അവസാന നിത്യ നരകമായിരിക്കും. എന്നാൽ നോഹയെപ്പോലെ നീ ദൈവത്തോട് കൂടെ നടക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിനക്ക് നിത്യത്തിൽ ചെന്നെത്തുവാൻ കഴിയും. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ അങ്ങനെയാണ് നമ്മെ ഓർമ്മിക്കുന്നത്. ഹല്ലേലൂയ. ആദ്യമായി നീതിമാൻ എന്ന സാക്ഷി ദൈവത്തിന് ലഭിച്ചത് നോഹയ്ക്കാണ്. ആദ്യമായി നീതിമാൻ എന്നുള്ള സാക്ഷി ലഭിച്ചത് നോഹയ്ക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് വചനം ആ നാളുകളിൽ ഹല്ലേലൂയ ജനങ്ങളുടെ മധ്യ പാപം പെരുകിയിരുന്നു. ഹല്ലേലൂയ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച് ഏവരെയും ഭാര്യമാരായി എടുത്തു. അത് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലും നോഹയുടെ കാലഘട്ടത്തിൽ എന്ന പോലെ. ഹല്ലേലൂയ. ഒരു മാറ്റവും ഇല്ലെന്നേ. ഹല്ലേലൂയ. എന്നിട്ട് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എത്രയെന്നും യഹോവ കണ്ടു.
ഹല്ലേലൂയ. നിങ്ങൾ ആവശ്യത്തോത്ര വലിയ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളൊക്കെ വായിച്ചാൽ അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ് അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും, അന്നത്തെ രീതിയും ഇന്നത്തെ രീതിയും മനസ്സിലാക്കുന്നു, ഇന്നത്തെ ദൈവസഭയുടെ അനുഭവം നിങ്ങളെ മനസ്സിലാക്കുന്നതൊക്കെ ഭക്തിയുടെ വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന പലരും ദൈവകൃപ നഷ്ടപ്പെട്ടവരാ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടവരാ. ഹല്ലേലൂയ. അതുകൊണ്ട് ചില അവസരങ്ങളെ ദൈവം നിനക്ക് തരികയാ. നീ നിന്റെ കുടുംബവും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി, നീ നിന്റെ കുടുംബവും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിന്നോട് ദൈവം കരുണ കാണിക്കുന്നു, ദൈവം നിന്നോട് ദയ കാണിക്കുന്നു, നിനക്ക് മടങ്ങി വരാൻ അവസരം തരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ന്യായവിധി അടിക്കടി വെളിപ്പെട്ടതുപോലെ ഈ കാലഘട്ടത്തിൽ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് അപ്പോൾ മറുപടി തരാതെ, ന്യായവിധിയിൽ നിന്നെ തകർത്ത് കളയാതെ ദൈവം നിനക്ക് വീണ്ടും ഒരു അവസരം ഈ പ്രഭാതം തന്നിട്ടുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ നീ കണ്ണു ചിമ്മി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മാനസാന്തരപ്പെടാൻ ഒരു അവസരം ദൈവം തന്നിരിക്കുക. നിന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, നിന്റെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ്, കുടുംബ ജീവിതത്തിൽ വന്നുപോയ ഭാഗപ്പിഴകളെ, നിന്റെ തലമുറയ്ക്ക് സംഭവിച്ചു പോയത്, നീ ചെയ്തു കൂട്ടിയ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾക്ക് അറുതി വരുത്തുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അവൻ നിന്റെ പാപങ്ങളെ ഏറ്റെടുത്തു, നിനക്ക് വേണ്ടി ക്രൂശിൽ പരമയാഗമായി കാര്യം പാണിയാൽ തറയപ്പെട്ടു, അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടു, അവന്റെ ശാമലരിയ, അവന്റെ ശിരസിൽ മുൾക്കിരീടം അടിച്ചിറക്കി. ഹല്ലേലൂയ. അവന്റെ ശരീരം ഒഴിവുചാറുപോലെ കീറി, അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു, അവസാനത്തുള്ളി രക്തം വരെ തന്ന് നിന്റെ പാപത്തിന്റെ കറകളെ കഴുകി, നിന്റെ പാപത്തിന് ശുദ്ധീകരിച്ച് നിന്നെ ഒരു നീതിമാനാക്കിയെടുക്കുവാൻ, നിനക്ക് കൃപ തരുവാൻ വേണ്ടി, നീ നിഷ്കളങ്കനും ദൈവത്തോട് കൂടെ നടക്കുവാൻ വേണ്ടിയിട്ട് സ്വർഗമഹിമകളെ വിടിഞ്ഞ് യേശു ഭൂമിയിലേക്ക് വന്നു. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ നിന്റെ പാപത്തെ ഏറ്റുപറയണം, നിന്റെ അകൃത്യങ്ങളെ നീ ഏറ്റുപറയണം. നീ കടന്നു പോകുന്ന ദുഷ്ടത വലുതാണ്. നിന്റെ ജീവിതത്തിൽ നീ ആരും അറിയാതെ കൊണ്ടു നടക്കുന്ന നിന്റെ ജീവിതത്തിന്റെ പാപ സ്വഭാവങ്ങളെ നീ ഏറ്റുപറഞ്ഞ് മടങ്ങി വരണം. ഹല്ലേലൂയ. ചിലരൊക്കെ പാപം ചെയ്തിട്ട് ഹല്ലേലൂയ വളരെ മാന്യമായിട്ട് നടക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ പറയട്ടെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണമെന്ന്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ നിനക്ക് നിത്യതയിൽ പ്രവേശിക്കാം. ഈ പണ്ടുള്ളൊക്കെ പഴമക്കാർ പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ, ഈ പൂച്ച പാല് കുടിക്കുമ്പോൾ കണ്ണടച്ചാ കുടിക്കുന്നേ. എന്താണെന്നറിയോ? പൂച്ചയുടെ ചിന്താഗതി ആരും കാണുന്നില്ലെന്നാ. പക്ഷെ പൂച്ചയ്ക്കറിയോ മനുഷ്യനല്ലാതെ കാണുന്നുണ്ടെന്ന്. എന്ത് പറഞ്ഞോളെ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്തിട്ട് ആരും അറിയാത്തതുപോലെ, ആരും കണ്ടില്ലെന്ന് ആർക്കും മനസ്സിലാകില്ല എന്നുള്ള ചിന്തി പലരും അങ്ങ് ജീവിക്കുന്നവരുണ്ട്. പക്ഷേ നിന്റെ പാപങ്ങളെ അറിയുന്ന ദൈവമുണ്ട്. നീ ചെയ്തു കൂട്ടിയ സകല അകൃത്യങ്ങളെ കാണുന്നവൻ, നീ ചെയ്തു കൂട്ടിയ സകലത്തെ അറിയുന്ന ഒരു സ്വർഗമുണ്ട്. അതുകൊണ്ട് ദൈവം നിനക്ക് ഒരു അവസരം തരുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരിക. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി. നോഹയുടെ കാലഘട്ടത്തിൽ ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ചതെന്നാൽ സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. സകല ജഡത്തിന്റെയും അവസാനം എന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 11, 12, 13 വാക്യങ്ങളിൽ. അതെ, ഇന്നും ഭൂമി വഷളായി മാറി. പാപം പെരുകി, മനുഷ്യൻ ദൈവഭയമില്ലാതെ മാറി, തന്നിഷ്ടക്കാരായി മാറി. നോഹയുടെ കാലത്തെന്ന് പറഞ്ഞ പോലെ മനുഷ്യന്റെ ദുഷ്ടത പെരുകി. ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യഭിചാരമടക്കം പാപങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവിധി, പാപം വിട്ട് മടങ്ങി വരുവാൻ ദൈവം നിനക്കൊരു അവസരം തരുമ്പോൾ ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെടണം. ഇന്ന് പിടിച്ചുപറിയും, മോഷണവും, അപരാധവും, വ്യഭിചാരവും, പരസംഗം എന്ന് വേണ്ട സകല ദുഷ്ടതയെ മനുഷ്യൻ മുഖമുദ്രയാക്കിക്കൊണ്ട് നടക്കുക. എന്നിട്ട് ആരും അറിഞ്ഞില്ല എന്ന് ചിന്തിച്ച് നടക്കുക. ഇവിടെ പാപം ചെയ്യുന്നവരെ പാപത്തിന് പ്രോത്സാഹനം കൊടുക്കുവാൻ എല്ലാ മേഖലയിലും എല്ലാത്തിനും അവസരമുണ്ട്. നിയമങ്ങൾ വരെ പാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണാറില്ലേ? അതുകൊണ്ട് എന്നാൽ നോഹ നീതിമാനായിരുന്നതിനാൽ ദൈവം നോഹയും അവന്റെ ഭാര്യയെയും 3 ആൺമക്കളെയും 3 മരുമക്കളെയും കാത്തു സൂക്ഷിച്ചു. നോഹയ്ക്ക് നൽകിയ പല കൽപ്പനകളിൽ ഒന്നാമത്തേത് എന്തായിരുന്നു? നീ ഗോഫർ മരം കൊണ്ട് ഹല്ലേലൂയ ഒരു പെട്ടകം ഉണ്ടാക്കുക. പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീൽ തേക്കണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കീൽ തേക്കണം. ഹല്ലേലൂയ. അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നോഹയ്ക്ക് ദൈവം അരുളപ്പാട് കൊടുത്തു. പെട്ടകത്തിന്റെ നീളം 300 മുഴം, വീതി 50 മുഴം, ഉയരം ഹല്ലേലൂയ 30 മുഴം. അങ്ങനെയൊക്കെയാണ് അതിന് ദൈവം കൊടുത്ത മാതൃക. ഹല്ലേലൂയ.
അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കി, ദൈവം നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് ചില അരുളപ്പാടുകൾ നോഹയുടെ കാലഘട്ടത്തിൽ എന്ന പോലെ തരുമ്പോൾ നീ അത് കേട്ട് മാനസാന്തരപ്പെടണം കേട്ടോ. ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഞങ്ങൾ ദൈവത്തിന്റെ മതം പ്രസംഗിക്കുന്നത്? ഞങ്ങൾ മതം മാറ്റുവാൻ വേണ്ടിയിട്ടോ, ആരുടെയും വീട് മാറ്റാൻ വേണ്ടി, ഞങ്ങളുടെ സഭ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടോ, ഞങ്ങളുടെ സഭ വലുതാക്കാൻ വേണ്ടി, ഞങ്ങളുടെ മതം വളർത്തുവാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. നിന്റെ പാപം വലുതായി, നിന്റെ കുടുംബത്തിന്റെ പാപം വലുതായി, നിന്റെ വഷളത്തരം വലുതായി, അത് സ്വർഗം കണ്ടിരിക്കുന്നു. നോഹയുടെ കാലഘട്ടത്തിൽ എന്ന പോലെ ദൈവത്തിന്റെ ന്യായവിധി നിന്റെ കുടുംബത്തിന് മേൽ, നിന്റെ ദേശത്തിന് മേൽ, നിന്റെ സഭയുടെ മേൽ വരാൻ സമയമായി. അതിൽ നിനക്ക് മോചനത്തിന് വേണ്ടിയിട്ട് ഒരു അവസരം തരാൻ വേണ്ടിയിട്ടാണ്, പാപബോധം വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ദൈവവചനം പ്രസംഗിക്കുന്നത്. അല്ലേ? ഇത് പണം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നത്. പലരും പറഞ്ഞു നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കുക. ഞാൻ ഇന്നലെ ഒരാളിനുമായിട്ട് സംസാരിച്ചു. ആളുമായിട്ട് സംസാരിച്ചു അദ്ദേഹത്തിന്റെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഭയങ്കര മദ്യപാനിയോ, മദ്യം ഊറ്റി വെച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കണ്ടപ്പം ഗ്ലാസും മദ്യം താഴ്ത്തി വെച്ചു. അദ്ദേഹം ഒരു പാസ കണ്ടപ്പോൾ ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ എടുത്തിരുന്നു. ഞാൻ പറഞ്ഞു, സഹോദര, ഇത് കുടിച്ചിട്ട് നിനക്ക് എന്താ നേട്ടം? ഇത് കുടിച്ചിട്ട് എന്താ നേട്ടം? എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ നിങ്ങൾ പറ. അല്ലേരിയ. ഞാൻ അദ്ദേഹത്തോട് എൻ്റെ ചില ജീവിത അനുഭവങ്ങളെ പങ്കുവെച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാസ, എനിക്ക് ഒരു ദിവസം 1200 രൂപ ശമ്പളം കിട്ടും. ഒരു ദിവസം 1200 രൂപ ശമ്പളം തന്റെ യജമാനൻ, നിന്റെ മുതലാളി കൊടുക്കും. പക്ഷെ അന്നത്തെ ദിവസം മദ്യപാനം കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനൊന്നും ഒരു മാർഗവുമില്ല. 4 ദിവസമായി വീട്ടിൽ പോയിട്ട് എനിക്ക് 2000 രൂപ തരണം എന്നോട് പറയുക. ഡെയിലി 1200 രൂപ ശമ്പളം മേടിക്കുന്നവൻ 30 മാസം കൊണ്ട് നിങ്ങൾ കണക്ക് കൊടുക്കുക. 30 മാസം 36,000 രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തിക്ക് വീട്ടിൽ പോകാൻ പൈസയില്ല. 4 ദിവസമായി വഴിയോരത്ത് കിടക്കുക. അല്ലേ? അതുകൊണ്ട് എന്നോട് 2000 രൂപ കൊടുക്കണമെന്ന്. നോക്കിക്കേ, കാലത്തിന്റെ പോക്ക്, മനുഷ്യന്റെ ദുഷ്ടത. അല്ലേരിയ. അദ്ദേഹം പറയും, എനിക്ക് 2000 രൂപയില്ലാതെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അല്ലേരിയ. എന്നെ കേൾക്കുന്ന സമയമായി, ഇത് തന്നെയല്ലേ നിന്റെ അവസ്ഥ? ഇത് തന്നെയല്ലേ നിന്റെ സാഹചര്യം? അല്ലേരിയ. നിന്നെ പോലെയുള്ള എത്രയോ ആളുകളാണ് ഇങ്ങനെ ഭൂമി ജീവിക്കുന്നത്. നീ മാനസാന്തരപ്പെടാൻ ദൈവം നിനക്ക് അവസരം തന്നിരിക്കുമ്പോൾ നീ അതിനെ വിലയില്ലാതെ തള്ളിക്കളയരുത്. ഞാനിത് പറഞ്ഞതിന്റെ കാരണം, ഞാൻ ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞു, രക്ഷയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും വിശ്വാസികളാണ്, ഞങ്ങളെല്ലാവരും ക്രൈസ്തവരാ. അതെ, നീ ക്രൈസ്തവനാണോ വിശ്വാസിയാണോ എന്നല്ല ദൈവം ചിന്തിക്കുന്നത്. നീ ക്രൈസ്തവനായാലും നിനക്കുകൊള്ളാം, വിശ്വാസിയായിരുന്നാലും നിനക്കുകൊള്ളാം, നീ പള്ളിയിൽ പോകുന്നവർക്ക് നിനക്കുകൊള്ളാം. പക്ഷേ നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ്, നിന്റെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞ് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് നോഹയെ പോലെ കൃപയുള്ളവനായി മാറണം. നീതിമാന് നിഷ്കളങ്കനും ദൈവത്തോട് കൂടെ നടക്കുന്നവനായിരിക്കണം. അല്ലാതെ നീ ക്രൈസ്തവനാണെന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല. നിന്റെ അധ്വാന ഫലം ആര് കൊണ്ടുപോവാ? ലോകം കൊണ്ടുപോവുക, ലോകക്കാരുണ്ട്. അതുകൊണ്ട് മടങ്ങി വാ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്താണ് നോഹയ്ക്ക്? എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അത് ദൈവത്തിന്റെ കൃപ നിനക്കുണ്ടാകട്ടെ. പാപത്തെ വിട്ട് മടങ്ങി വാ. ന്യായവിധിയുടെ സമയമായി. ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന നാളുകളിൽ ഏറ്റെടുത്തു. നിന്റെ കുടുംബത്തെ ന്യായം വിധിക്കും. നിങ്ങൾ നിത്യമായ നരകത്തിലേക്ക് പോകാതിരിപ്പാൻ ഇന്ന് പകരം ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനതയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വശീകരണത്തിൽ വീൺകിടക്കുന്ന കൂടി ജനത്തിന് ഈ സന്ദേശം ഒരു അനുഗ്രഹമായി തീരരുത്. തങ്ങളുടെ പാപങ്ങളെ വിട്ട് മടങ്ങി വന്ന് ലോകയെ പോലെ കുറയുള്ളവനായി, നീതിമാനായി, നിഷ്കളങ്കനായി, ദൈവത്തോട് കൂടെ നടക്കുന്നതിനായി കേരളത്തിലെ ലോകരാജ്യമുള്ള സകല ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഭരണ സംവിധാനങ്ങളെയും രാജ്യരാഷ്ട്ര തലന്മാരെയും എല്ലാ രാഷ്ട്രീയക്കാരെയും മതങ്ങളെയും ഞങ്ങൾ ഈ സമയത്ത് ഓർക്കുന്നു. ദേശത്തിനും ബാല്യത്തിനും കൗമാര യൗവനത്തിൽ യാചകർ, ഓർഫനേജുള്ള തടവറയിലായിരിക്കുക സകല ജനത്തെ ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ല കുടിയിട്ട് കോട്ടായവരെ പാർക്കുന്ന എല്ലാ ജനത്തെയും ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. പാപത്തിന്റെ വഴികളിട്ട് ദൈവത്തെ ന്യായവിധി അകപ്പെട്ട് നഷ്ടപ്പെട്ടു പോകാതെ കൃപ നിത്യത്തിൽ കാണപ്പെടുവാൻ ഈ ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സകല ദുഷ്കർമ്മം വിട്ട് ജനം മടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തിന് ആത്മീയ കണ്ടു തുറക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ പ്രലോഭനത്തിൽ വീണുപോകാതെ ആദവും ലോകയിലും നഷ്ടപ്പെട്ടു പോയ ആ ദൈവ സാന്നിധ്യം മടക്കി തരുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന കർത്താവ് യേശു ക്രിസ്തുവിലൂടെ പൗലോസ് പ്രാപിച്ചതൊരു കൃപ പ്രാപിക്കുവാൻ ഈ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. പാപങ്ങൾ, ശാപങ്ങൾ, രോഗങ്ങൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. കുടുംബത്തെ ഉയർത്തുവാൻ കഴിയാതെ സാത്താൻ അവകാശം പറഞ്ഞ് സകല ദുഷ്ടതയും ജനത്തെ വിടിവിക്കണമേ. ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ കൃപയ്ക്കകത്തൊന്നും വീണു പോകാതെ കൃപയിൽ നിൽക്കുവാൻ കൃപ കൊടുക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.